ഒരു സന്തോഷത്തിന്റെയോ ആഹ്ലാദത്തിന്റെയോ സാഹചര്യത്തിലല്ല നാം ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുഃഖത്തിന്റെയും മനപ്രയാസവും നമ്മളിൽ കൂടിയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കൽ, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക എന്നുള്ള 100 നുണകൾ 100 പേരിലൂടെ 1000 വട്ടമാക്കി ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ചുറ്റുപാടിലാണ് നാം ഈ സമ്മേളനം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാര്യകാരണ ബന്ധത്തിൽ പറഞ്ഞവര് കാര്യകാരണ ബന്ധത്തിന് അതീതമായോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തോ അല്ലാഹുവല്ലാതെ ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടാൻ പാടില്ല എന്ന് പറയുന്ന ആളെപ്പറ്റി ജിന്നിനോടും മലക്കിനോടും സഹായം തേടാം എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിലെ ഒരു വിഭാഗത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. മുൻപ് ഈ സലഫി പ്രസ്ഥാനം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിളർപ്പിനെ നേരിട്ടു. ആ പിളർപ്പിന്റെ സമയത്ത് ഒരു വിഭാഗം മടവൂർ സാഹിബിന്റെ നേതൃത്വത്തിലും മറ്റൊരു വിഭാഗം KNM-മായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന സന്ദർഭത്തിൽ 5% ആളുകൾ മടവൂരി ആദർശം അവരുടെ ഉള്ളിലൊതുക്കുകയും പുറത്ത് അത് പ്രകടമാക്കാതെ അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കാലാന്തരത്തിൽ അവർ ശക്തി പ്രാപിക്കുകയും ഈ സമൂഹത്തെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകാവുന്ന വിഷയത്തിലേക്ക് എത്തുകയും ചെയ്യുകയും ഈ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ സ്വാധീനിക്കാനും കഴിവുള്ള ഒരു കൂട്ടരായി മാറുകയുമാണ് ചെയ്തത്. അതിനുള്ള ഒരു ചെറിയ തെളിവ് നിങ്ങളെ പറഞ്ഞുതരാം. മടവൂർ വിഭാഗവുമായി പിരിഞ്ഞ സന്ദർഭത്തിൽ നാം അവരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ് ബാത്റൂമിലേക്ക് നാം കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന പ്രാർത്ഥന നാം ചൊല്ലുകയും നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ആ പ്രാർത്ഥനയിൽ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് രക്ഷ നേടുന്നു എന്നാകുന്നു. ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലും മടവൂർ വിഭാഗത്തിന്റെ പാഠപുസ്തകങ്ങളിലും അത് പഠിപ്പിക്കുന്ന കർമ്മപാഠങ്ങൾ 15-16 പേജുകളിൽ മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു എന്ന അർത്ഥമാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദീകരണത്തിലേക്കും കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഈ പരിപാടിക്ക് നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുവാനേറ്റിരിക്കുന്ന ഡോക്ടർ കെ സക്കരിയ സലാഹി അവറുകളെ സലഫി ഐക്യസംഘം ആലുവയുടെ പേരിൽ അദ്ദേഹത്തെ ഞാൻ എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റിരുന്ന അബ്ദുസബാഹ് സാഹിബിന് അസുഖം, ഒരു കാലിൽ വന്ന ഒരു അസുഖം കാരണം പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിനും അഭാവത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പിന്നീട് കൊല്ലം മുഹമ്മദ് സലീം സാഹിബിനും ആശംസകൾ നേരുകയും ഈ പരിപാടിക്ക് ശ്രദ്ധ കേൾക്കാമെന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ സക്കരിയ സലാഹി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ ലുക്മാൻ സാഹിബ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഖണ്ഡനമണ്ഡനങ്ങളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെ പൗരോഹിത്യത്തിന്റെ തേടി സ്വപ്നമായ ഡോക്ടർ സക്കരിയ സലാഹി അദ്ദേഹത്തിന് ഇതിൽ ശിർക്ക് ആരോപിക്കുന്ന മൂവർ സംഘത്തിനെതിരെ ഖുർആനും സുന്നത്തും ഉപയോഗിച്ച് ആദർശ വിശദീകരണം നടത്തുന്നു. പ്രസ്തുത പരിപാടിയിലേക്ക് ബഹുമാനിയായ ഡോക്ടർ സക്കരിയ സലാഹി അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس بما كسبت وهم لا يظلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയുമല്ല നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധി, പ്രസ്ഥാനത്തിൽ ഇത്രകാലം കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകളെ ശിർക്ക് ഒരു സംഘം ആളുകൾ സംഘടനാ സംവിധാനങ്ങളെ ക്രൂരമായി ദുരുപയോഗപ്പെടുത്തി മുജാഹിദ് പ്രവർത്തകരെയും മുജാഹിദുകളല്ലാത്തവരെയും ഒളിഞ്ഞും തെളിഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. വളരെ വ്യാപകമായ കുപ്രചരണങ്ങളാണ് നാട്ടിലുടനീളം ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി കേരള ജമിയത്തുൽ ഉലമയുടെ ബാനറിൽ നടക്കുന്ന ആദർശ വിശദീകരണ യോഗങ്ങൾ തികച്ചും ഏകപക്ഷീയമായ വിശദീകരണമാണ്. ജമിയത്തുൽ ഉലമ എക്സിക്യൂട്ടീവിലുള്ള ഞാനോ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരോ സയ്യിദ് മുഹമ്മദ് ഷാക്കിറോ അബ്ദുല്ലക്ക് സുല്ലമിയോ ഒന്നും ആ വിശദീകരണത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പ്രധാനമായും ജമിയത്തുൽ ഉലമയിലെ സാധാരണ മെമ്പർമാർ മാത്രമായ ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരുമാണ് പ്രധാന വിശദീകരണ സ്പെഷ്യലിസ്റ്റുകൾ. അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയും. പേരിന് സംഘടനയുടെ ബാനർ ഉണ്ടാകാൻ വേണ്ടി TPO അല്ലെങ്കിൽ ജമിയത്തുൽ ഉലമയുടെ MM മദനിയോ മുഹിയുദ്ദീൻ മദനിയോ ഒക്കെ അല്പനേരം 5-10 മിനിറ്റ് ചടങ്ങിന് വേണ്ടി സംസാരിക്കും. പിന്നെയുള്ളത് ഈ മൂവർ സംഘം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ശിർക്കാരോപണങ്ങളെ കെട്ടഴിക്കലാണ്. ഇതാരംഭിച്ച സമയം 2011 ജൂണാണ്. ആദ്യം അത് തുടങ്ങി വെച്ചത് നിങ്ങളുടെ ജില്ലയിലാണ്, എറണാകുളത്താണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോ ജില്ലയിലും പരിശോധിച്ചു. എറണാകുളത്ത് ചോദ്യോത്തരം പരസ്യമാക്കിയപ്പോ അത് വേണ്ട, നമുക്കിനി പരസ്യമായ ചോദ്യോത്തരം വേണ്ട എന്ന് മനസ്സിലാക്കി ചിലയിടത്തൊക്കെ പിന്നെ ചോദ്യോത്തരം എഴുതിത്തരാനാക്കി. എന്താണ് 2011 ജൂണിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 2011 ആഗസ്റ്റിൽ KNM ഇലക്ഷന്റെ വിജ്ഞാപനം വരികയാണ്. അപ്പൊ KNM ഇലക്ഷനിൽ മുൻകൂട്ടി ഇവർ ചിലത് കാണുന്നുണ്ട്. ചില ആളുകളൊക്കെ ഒതുക്കാനും പുറത്താക്കാനും നമ്മൾ ഉദ്ദേശിച്ച ആളുകളെ സംഘടനയിൽ കൊണ്ടുവരാനുമുള്ള മുൻകൂട്ടിയുള്ള ചില പ്ലാനിങ്ങുകൾ ഇവരുടെ മുമ്പിലുണ്ട്. അതിനെന്തു വേണം? സംഘടനയിൽ ഇപ്പോൾ യാതൊരു ചേരിതിരിവുമില്ല. പൊതുവെ മടവൂരികൾക്കെതിരിലും ഖുറാഫികൾക്കെതിരിലും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യും. മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകലും പ്രബോധകന്മാർക്കിടയിൽ ഉണ്ടാകലും അത് ചർച്ച ചെയ്യലുമൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പൊ വ്യക്തമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് അബ്ദുറഹ്മാൻ സലഫി കരുക്കൾ നീക്കി. അപ്പൊ ആഗസ്റ്റിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന KNM ഇലക്ഷന് മുമ്പായിട്ട് ജൂണിൽ തന്നെ വിശദീകരണം തുടങ്ങി. ഓരോ സ്ഥലത്തും വിശദീകരണം കഴിയുമ്പോഴേക്ക് ആളുകൾ അവിടെ 2 ചേരിയാവും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്.
ഉദാഹരണം പറയാം. കണ്ണൂർ ജില്ലയില് മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു, പക്ഷേ വിശദീകരണം വന്നിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് അങ്ങ് നീട്ടി. ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് സ്റ്റാഗുകളിൽ തുടങ്ങും, 14 വിശദീകരണം. എന്നിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി. സാധാരണ വിളിക്കാത്ത രൂപത്തിൽ എല്ലാവരും നിർബന്ധമായും വന്നിരിക്കണം, ഇന്ന യൂണിറ്റിൽ ഇന്നവർ വന്നിരിക്കണം എന്നൊക്കെ രഹസ്യമായി ഫോൺ ചെയ്തും ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയും ഒക്കെ ആളുകൾ അവിടെ എത്തിച്ചു. വിശദീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തായി? ആളുകൾ പൊതുവെ 2 ചേരിയായിട്ടാണ് തിരിഞ്ഞു പോയത്. ആ ഫോൺ ചെയ്യുന്നത് പുറത്തു, ഫോൺ ചെയ്യുന്ന ആളുകൾ ഒന്നുകൂടി പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അത് ഓഫാക്കുക. അപ്പൊ 2 ചേരിയായിട്ടാണ് പിന്നെ ആളുകൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ശാഖാതലം മുതൽ ചേരി തിരിച്ച് വോട്ടിനിടലും വോട്ട് പിടുത്തവും തോൽപ്പിക്കലും ബഹളവും ഒക്കെയായിട്ട് മുജാഹിദ് പ്രവർത്തകരെ പരസ്പരം അകറ്റി കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ചരിത്രത്തിലില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഈ കേന്ദ്രം തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ സാധിക്കും. അതിന് വഴിമരുന്നിട്ടതും അതിന് പാതയൊരുക്കിയതും KJU വിശദീകരണങ്ങളായിരുന്നു എന്നത് ഇപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാകും. ജിന്നും ശൈത്താനും സിഹറുമൊക്കെ 2002 സൈമടവൂരും കൂട്ടരും പുറത്തുപോയ അന്ന് തുടങ്ങിയതാണ്. അത് പിന്നെ 2011 വരെ നീട്ടിവെച്ചത് എന്തിനാ? ആ 2011 ഇലക്ഷനോടനുബന്ധിച്ച് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ, ചില പ്രത്യേക താല്പര്യങ്ങൾ അബ്ദുറഹ്മാൻ സലഫിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ജിന്നും സിഹറും ഒക്കെ മറയാക്കി KNM തെരഞ്ഞെടുപ്പിനെ അതിനുവേണ്ടി ഉപയോഗിച്ചത്. ഞാന് നീട്ടിപ്പരത്തി അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. നമ്മുടെ കഴിഞ്ഞ വിശദീകരണ യോഗങ്ങളിലൊക്കെ മഞ്ചേരിയിലും കയ്പമംഗലത്തും കൊല്ലത്തും ഇന്നലെ മംഗലാപുരത്തുമൊക്കെ അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കെതിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കി ഇപ്പോൾ ഇവർ നാടുനീളെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിൽ എന്നെ പുറത്താക്കിയിട്ട് ആ വിവരം എന്നെ അറിയിക്കാതെ, എന്നെ അറിയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? KNM കൗൺസിലിന് പരാതി കൊടുക്കും, അപ്പീൽ കൊടുക്കും. അപ്പീൽ കൊടുക്കാൻ സൗകര്യം കിട്ടാതിരിക്കാൻ എന്നെ അറിയിക്കാതിരുന്നു, ഔദ്യോഗികമായി എന്നെ അറിയിച്ചില്ല. തൊട്ടടുത്ത ആഴ്ച തന്നെ 6 നോമ്പ്, പെരുന്നാൾ കഴിഞ്ഞിട്ട് 6 നോമ്പ് കഴിയുന്നതിന് മുമ്പ് അടിയന്തര എക്സിക്യൂട്ടീവ് കൂടിയിട്ടാണ് എന്നെ പുറത്താക്കിയത്. അന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഒരു കത്ത്. നിങ്ങൾ എന്നോട് ചില നിബന്ധനകളിൽ ഒപ്പിട്ടാൽ വിലക്കു നീക്കി കൂടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞല്ലോ. ആ നിബന്ധനകളിൽ ഞാൻ ഒപ്പിടാത്തത് എനിക്കില്ലാത്ത ചില വാദങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ഞാൻ ഒപ്പിടാൻ തയ്യാറാണ്. അങ്ങനെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി ഒപ്പിടാൻ സാഹചര്യം ഒരുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷെ അത് സ്വീകരിച്ചില്ല. ആ കത്തൊന്ന് വായിക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് പിന്നെന്തുണ്ടായത്? കൗൺസിലിൽ അത് ഈ വിഷയം ചർച്ചയ്ക്ക് വരും. ഭരണസമിതി എടുത്ത തീരുമാനം കൗൺസിലിന്റെ അംഗീകാരം വാങ്ങണം. അപ്പൊ ഞാൻ കൗൺസിലർമാർക്കും APക്ക് ഒരു കത്ത് കൊടുത്തു. അതിന്റെ കോപ്പി കൗൺസിലർമാർക്കും കൊടുത്തു. ഇതുവരെ ഉണ്ടായിട്ടുള്ള അനീതികളും അക്രമങ്ങളും സംഘടനയിൽ അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുമൊക്കെ ഞാൻ അതിലെടുത്തു പറഞ്ഞിരുന്നു. പക്ഷെ 1.5 മണിക്കൂറിലധികം എനിക്കെതിരുള്ള കുറ്റപത്രം വായിച്ച് സമയം കളഞ്ഞതല്ലാതെ ഞാൻ എഴുതി കൊടുത്ത എന്റെ പരാതി ഒന്ന് വായിക്കുവാൻ അവിടെ സമയം കണ്ടില്ല എന്നത് വളരെ ദുഃഖകരമായ എന്റെ ഈ അവസ്ഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആലോചനാ സഭ എന്നാണ് പേര്, പക്ഷെ ഒന്നും ആലോചിക്കാൻ അവസരം കൊടുത്തില്ല, ചർച്ചയില്ല. അബ്ദുറഹ്മാൻ സലഫി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഈ കുറ്റപത്രം വായിച്ചതിനു ശേഷം ഈ തീരുമാനം ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി ഞാനിതാ അറിയിക്കുന്നു എന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. തക്ബീറും ചൊല്ലി പിരിഞ്ഞു. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഈ ആളുകളെയൊക്കെ കോഴിക്കോട്ടേക്ക് വിളിച്ചത്? നിങ്ങൾക്ക് യൂണിറ്റുകൾക്കും മണ്ഡലത്തിനും അയച്ചു തരാൻ പോകുന്ന സർക്കുലറാണ് ഇവിടെ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ച് സർക്കുലർ തയ്യാറാക്കിയാ വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ കൗൺസിലൊക്കെ? എന്തിനാണ് ഈ എക്സിക്യൂട്ടീവ്? ഇപ്പൊ നടക്കുന്ന അതാണ്. CD ടവറിൽ വെച്ച് കഴിഞ്ഞ 2015 ജൂണിൽ നടന്നിട്ടുള്ള ഗ്രൂപ്പ് മീറ്റിംഗിന്റെ തുടർച്ചയായി സംഘടനയിൽ ഇപ്പോൾ നടക്കുന്നത് ശൂറ നടക്കുന്നില്ല, കൂടിയാലോചനകൾ നടക്കുന്നില്ല, ചർച്ചകൾ നടക്കുന്നില്ല. യോഗത്തിനൊക്കെ പോയ റേഡിയോ പോലെ, റേഡിയോനോടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, ഒക്കെ ഇങ്ങോട്ട് പറയണത് കേൾക്കുക. അങ്ങനെ റേഡിയോ പ്രക്ഷേപണം പോലെ കേട്ടിരിക്കുന്ന അവസ്ഥ വരികയും ശൂറകൾ അട്ടിമറിക്കപ്പെടുകയും ഒരു കോക്കസ് മാത്രം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണിപ്പോ. അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പുറത്തുനിന്ന് തീരുമാനിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് ശൂറയുണ്ടെന്ന് വരുത്താൻ യോഗത്തിലൊന്ന് അവതരിപ്പിക്കും.
എതിർക്കാൻ ആർക്കും കഴിയില്ല എക്സിക്യൂട്ടീവിൽ. കാരണം ഒക്കെ ഗ്രൂപ്പ് പാനലിലൂടെ വന്നവരാ. വയനാട്ടുകാരനെ എതിർത്താൽ വയനാട്ടിൽ നിന്ന് അയാൾ എടുത്തിട്ട് അയാൾ ഇങ്ങനെയാണല്ലേ. കാസർഗോഡ് ആകെ ഇവർ അനുകൂലിക്കുന്ന ഒരു കൗൺസിലറാണുള്ളത്, അയാളെടുത്തു. അയാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ? പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ കൗൺസിലർമാരൊക്കെ യഥാർത്ഥത്തിൽ ശൂറയില്ല. ഒരു കോക്കസ് തയ്യാറാക്കിയത് അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണുള്ളത് എന്ന് അവരിങ്ങനെപ്പോ അത് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇവിടെ അനസ് മുസ്ലിയാരാണ് അത് വായിച്ച് ആലുവയിൽ വിശദീകരിച്ചത്. ഉണ്ണിയൻകുട്ടി മൗലവിയാണ് പാലക്കാട് 3.25 മണിക്കൂർ ഇത് വായിച്ച് വിശദീകരിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചില സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയൻകുട്ടി മൗലവി പറഞ്ഞു, എനിക്ക് സുഖമില്ല, എന്നോട് നിങ്ങൾ ചോദിക്കണ്ട, സുഖമില്ലാത്ത ആളാ 3.25 മണിക്കൂർ പ്രസംഗിക്കണത്. ആളുകളുടെ ക്ഷമ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ നന്ദി പറയുകയാണ്, ഞാൻ തന്നെ യോഗം പിരിച്ചുവിടുകയാണ്. വാഹിർ ദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു അലൈക്കും. യോഗം പിരിച്ചുവിട്ടു. എന്തു പറ്റി നമ്മുടെ മൗലവിമാർക്കും നേതാക്കന്മാർക്കൊക്കെ? സദസ്യരുടെ ചോദ്യങ്ങൾ കേൾക്കാൻ പോലും അവർക്ക് ധൈര്യമില്ലാതെയായി. ആർക്കാണിപ്പോൾ നിർഭയത്വം നഷ്ടപ്പെട്ടത്? സക്കരിയ സലാഹിക്കും കൂട്ടർക്കും ആദർശപരമായ നിർഭയത്വം നഷ്ടപ്പെട്ടു എന്നാണല്ലോ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ പോസ്റ്റർ കീറുന്നത് ഇതാ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ ആലുവയിലും കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ കീറുന്നത് ആരാ? ബഹുമാനപ്പെട്ടു പോയ KNMന്റെ ആളുകളാണ്. സംഘടനയ്ക്ക് വേണ്ടി ഇത്രയേറെ അധപ്പതിക്കോ? നമ്മുടെ പോസ്റ്റർ സുന്നികളെ കീറിയാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഒന്നിച്ചു പോകുന്ന നമ്മളാണ്. രാവിലെ ഒട്ടിച്ച് രാത്രി 2 മണിക്ക് ഒട്ടിച്ചു വന്ന് സുബഹി കഴിഞ്ഞപ്പോ പോസ്റ്റർ കാണുന്നില്ല. ആരാ കീറുന്നത്? ഇവരെ ഉത്തരവാദപ്പെട്ട സ്ഥലത്തല്ല, വേറെ ആളെ സ്ഥലത്തും പുറത്തു സ്ഥലത്തും ഒട്ടിച്ചാൽ പോലും പോസ്റ്റർ കീറുക. പിന്നെ യൂണിറ്റുകളിലൊക്കെ നടന്ന് ക്യാമ്പയിൻ നടത്തുകയാണ്. എന്താ? സക്കരിയ സലാഹി പ്രസംഗിക്കാൻ വരുന്നുണ്ട്, ആദർശ വിശദീകരണമുണ്ട്, പോകാൻ പാടില്ല. തൃശൂരിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പള്ളിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്നു, എന്ത്? ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി KNMുമായി സംഘടനാപരമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് ഈ സംഘടനയുടെ അനുഭാവികളും പ്രവർത്തകരും അതിനോട് സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് KNM സെക്രട്ടറി. ആലോചിച്ചു നോക്കൂ, എവിടെ എത്തി? ഖുറാഫികളുടെ അതേ തന്ത്രം. പോസ്റ്റർ കീറുക, വീടുകൾ തോറും കയറി പരിപാടിക്ക് പോകരുത് എന്ന് പറയാ, വിളിച്ച് ഭീഷണിപ്പെടുത്തുക. തൃശ്ശൂരിൽ അങ്ങനെയുണ്ടായി. നിങ്ങൾ പോയാൽ നിങ്ങളെ പള്ളി കമ്മിറ്റിയുടെ സ്ഥാനം തെറിപ്പിച്ചു കളയും, നിങ്ങൾ പോയാൽ നിങ്ങളെ മറ്റൊന്ന് പുറത്താക്കും, അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുക. അതുപോലെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുക. അനസ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്ര, സക്കരിയ സലാഹി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിത്ത, അയാൾക്ക് ആ വാദമുണ്ടെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കാം, അവന്റെ വായാടിത്തത്തിന് മുമ്പിൽ ഞാൻ വീണുപോകുന്ന പറയുന്നത്. ആയിക്കോട്ടെ, ഒരു കൊല്ലം കഴിയട്ടെ, നിങ്ങളൊരു കൊല്ലമായല്ലോ ഏകപക്ഷീയമായ വിശദീകരണവുമായി നടക്കുന്നത്. ഞങ്ങളൊന്ന് വിശദീകരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും തീർക്കുകയാണ് ഞങ്ങളെ പണി. അത് ഞങ്ങൾക്ക് കുറച്ച് സമയാവശ്യമാണ്. കാരണം അത്രമാത്രം ആശയക്കുഴപ്പങ്ങൾ നിങ്ങളെ സംഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ 1 വർഷമായി ചെയ്തിട്ടുണ്ട്. അതും സുന്നിയുടെ പരിപാടിയാണ്, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ്. വാദപ്രതിവാദത്തിനുണ്ടോ? അതുപോലെ കുറെ ചോദ്യങ്ങൾ എഴുതിയിട്ട് നോട്ടീസാക്കി ഇറക്കാം, മറുപടി പറയാൻ തയ്യാറുണ്ടോ? അതെന്തിനാ? ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാ. നമ്മളെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാക്കി ആദ്യം ചിത്രീകരിക്കുക, എന്നിട്ട് ചോദ്യം ചോദിക്കുക. അപ്പൊ അതിന് മറുപടി പറഞ്ഞാൽ നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായി. അതുകൊണ്ട് ഞങ്ങളതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തൽക്കാലം നിങ്ങളുമായി സംവാദം നടത്താനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കുറച്ചു കാലം, 1 വർഷത്തോളം ഇവിടെ ആദ്യം ജില്ലാ തലങ്ങളിലും പിന്നെ മേഖലാ തലത്തിലും പിന്നെ യൂണിറ്റ് തലങ്ങളിലും ഇതുപോലെ വിശദീകരണങ്ങൾ നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ സലഫി ദഅവത്തുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ തൽക്കാലം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ തിരുത്തുകയും ഈ സംഘടനയെ രക്ഷിക്കുകയുമാണ് വാസ്തവത്തിൽ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും വിചാരിച്ചിട്ടുണ്ടാകും ഇതൊരു പിളർപ്പിന്റെ ഉദ്ഘാടന സമ്മേളനമല്ലേ. ഒരിക്കലുമല്ല. ഈ സംഘടനയെ പിളർത്താൻ അനുവദിക്കുകയില്ല. ഈ സംഘടന പിളരുന്നത് നോക്കി നിൽക്കുകയില്ല ഞങ്ങൾ. ഈ സംഘടന യോജിച്ച് മുന്നോട്ട് പോകണം. ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അബ്ദുറഹ്മാൻ സലഫിയുടെ ഏകാധിപത്യത്തിന് വേണ്ടി മഹത്തായ ഈ സംഘടനയെ പിളർക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് നാം ജില്ലകൾ തോറും ആദർശ വിശദീകരണങ്ങൾ നടത്തുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരും മുജാഹിദ് പ്രസ്ഥാനത്തോട് സഹകരിക്കുന്നവരും അനുഭാവികളുമായ ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ്. ഈ നാട്ടിലെ ജനങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. ഈ പ്രസ്ഥാനത്തിനകത്തു നടക്കുന്ന ഗൂഢാലോചനകളും കുത്തിത്തിരിപ്പുകളും കുതന്ത്രങ്ങളുമൊക്കെ
അറിഞ്ഞവർ പൊതുജനങ്ങളോട് പറയേണ്ടതുണ്ട്. മഹത്തായ ഈ സംഘടനയിൽ ഇങ്ങനെ ഒരു ചാരപ്പണി നടക്കുന്നുണ്ട്. ഈ സംഘടന നശിപ്പിക്കാൻ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. 2012 വരെയും നമ്മൾ പുലർത്തിപ്പോന്ന ആദർശത്തിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു ആദർശമിത ഇപ്പോൾ ഇവർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആ ആദർശം എല്ലാവരും സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം സംഘടനയിൽ നിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന മുഷ്കുമായിട്ട് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന സന്ദേശം നാട്ടിലുള്ള മുജാഹിദ് അനുഭാവികളോടും മുജാഹിദ് പ്രസ്ഥാനത്തോടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷികളോടും പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയായി ഞങ്ങൾ കാണുകയാണ്. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഇത്തരം പരിപാടികൾ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അബ്ദുറഹ്മാൻ സലഫി അന്ന് സംസ്ഥാന കൗൺസിലിൽ വായിച്ച കുറ്റപത്രം അത് കേട്ട് എഴുതിയെടുത്ത ഒരു രേഖയാണ് എന്റെ കൈവശമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ സക്കരിയ സലാഹിയെ തിരുത്തുന്നതിനു വേണ്ടി എടുത്തിട്ടുള്ള 23 നടപടിക്രമങ്ങൾ, നടപടികളും ഇടപെടലുകളും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ പറയും 26 കുറ്റം മൂപ്പര് ചെയ്തില്ലേ, 23 ചിലർക്ക് 26 ആയിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറയും 23 വട്ടം അദ്ദേഹവുമായി കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തിരുത്താൻ പറഞ്ഞിട്ട് മൂപ്പര് തിരുത്തിയില്ലല്ലേ, 23 ചാൻസ് അവസരങ്ങൾ കൊടുത്തിട്ടും തിരുത്തിയില്ലല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ വിശദീകരണം കേട്ട ആളുകൾ പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം വായിച്ച ആ 23 കാര്യങ്ങൾ ഉണ്ടല്ലോ, 23 നമ്പർ ഇട്ട് പറഞ്ഞത് എന്നെ തിരുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, മറിച്ച് ജിന്ന് പിശാച് സിഹിർ വിഷയം മടവൂരികൾ വിഷയമാക്കിയപ്പോ അതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താനും ആ വിഷയത്തിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എങ്കിൽ അത് ചെയ്യാനും സംഘടന നടത്തിയിട്ടുള്ള 23 പരിശ്രമങ്ങൾ, അത് മാത്രമാണ് അതിലുള്ളത്. അതിൽ ചിലതൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ എല്ലാം കൂടി എന്നിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് എന്നെ എന്തോ ഒരു സാധനമാക്കി ചിത്രീകരിക്കാനാണ് അബ്ദുറഹ്മാൻ സലഫി 23 നമ്പർ ഇട്ട് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേരള നേതൃത്വ മുജാഹിദീൻ 6 വർഷത്തിനിടയിലല്ലല്ലോ അത് അന്റെ 6 പോയത്. 6 പ്രത്യേക ഒരു ലക്ഷ്യമുണ്ട്. 2007 അബ്ദുൽ ജബ്ബാർ പോലെ ഇവിടെ ലേഖനം വരുന്നത്. അപ്പൊ അതിനൊരു വർഷം മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന വിഷയം പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ വിഷയം അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഇസ്ലാഹിൽ എഴുതിച്ചു 2007. അങ്ങനെ വന്നതാണിത് എന്ന് വരുത്തി തീർക്കാൻ. വാസ്തവത്തിൽ 2002 മുതൽക്കുള്ള നടപടികളല്ലേ നിങ്ങൾ പറയേണ്ടത്. ഹുസൈൻ മടവൂരും കൂട്ടരും ഈ സംഘടന ഇന്ന് പിളർന്നു പോയത് 2002. ISMന്റെ 35 പേരെ KNM അന്വേഷണ വിധേയമായിട്ട് അവരെ മാറ്റി നിർത്തി. തെറ്റുതിരുത്തി തിരിച്ചു വരാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 35 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രസ്താവന വന്നപ്പോ ഞങ്ങൾക്ക് ആ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ആ തെറ്റ് സമ്മതിക്കുകയില്ല, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുമെന്നല്ല ആണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ അതല്ല അവർ ചെയ്തത്. അവർ പിറ്റേന്ന് തന്നെ ഒരു പ്രസ്താവന ഇറക്കി, മുജാഹിദ് പ്രസ്ഥാനത്തെ ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനാ പ്രശ്നത്തിന്റെ മുഴുവനും സംഗതി ജിന്നിലേക്കും പിശാചിലേക്കും അവർ ചുരുക്കിക്കെട്ടി. ഇപ്പൊ അതേ പ്രസ്താവനയാണ് ഹുസൈൻ മടവൂര് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ മടവൂരും കൂട്ടരും പറഞ്ഞിരുന്നത് സക്കരിയ സലാഹിയെ പുറത്താക്കിയാൽ പ്രശ്നം തീരും, സക്കരിയ സലാഹി പോയാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് എന്നായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ മാറി മറിഞ്ഞു. 1-2 ആളെ പുറത്താക്കിയാൽ തീരുന്നതല്ല പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ എന്താ പ്രശ്നം? ഇക്കഴിഞ്ഞ 10 വർഷത്തോളം നിങ്ങൾ സംഘടനാ സംവിധാനങ്ങൾ മുഴുവനും ഈ ആളുകൾക്ക് വിട്ടുകൊടുത്ത് പിശാച് സേവയും കൂടോത്രവും അതുപോലെ തന്നെ സിഹിറും മാട്ടും മാരണവും സർവ്വ അന്ധവിശ്വാസങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് അവർ പ്രസംഗിച്ചു നടന്നു. അതിന് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? മാപ്പർഹിക്കാത്ത കുറ്റമാണ് KNM നേതൃത്വം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിടൂല എന്നാ ഇപ്പൊ പറയുന്നത്. കണ്ടോ? ഇപ്പൊ ജീവൻ വെച്ച് മടവൂരികൾക്ക് കഴിഞ്ഞ ഇപ്പൊ ഉള്ള പ്രസ്താവനകളൊക്കെ നോക്കിയാൽ അവർ പറയുന്നത് തെറ്റുതിരുത്തി തിരിച്ചു വരാം ഇങ്ങോട്ട്. അവരാണ് മാതൃസംഘടന. TP IP അങ്ങോട്ട് വിളിക്കുക. അപ്പോ അവർ പണ്ടും പറഞ്ഞ അങ്ങനെയാണ് അല്ലെ? അവർ 9 ആള് കൂടിയിട്ട് ബാക്കി 20 ചില്ലാനാളെ പുറത്തേക്ക് ചെയ്ത് അവരാണ് യഥാർത്ഥ മാതൃസംഘടന. ഞങ്ങൾ പറഞ്ഞത് സത്യമായില്ലേ എന്നാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. എന്തിനാണ് അബ്ദുറഹ്മാൻ സലഫി 2012 സ്പെഷ്യൽ തൗഹീദ് ഇറക്കിയത്? 2012 വരെ നമുക്കില്ലാത്തൊരു വാദം കൊണ്ടുവന്നത് സംഘടനയെ രക്ഷിക്കാൻ ഇറങ്ങിയ മിസിഹയാണ് മൂപ്പരെന്നാണ്
ഹനീഫ് കായക്കുടി പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂപ്പരൊപ്പം നിൽക്കുന്നത്, വേറൊരു താല്പര്യമല്ല എന്നാണ്. സംഘടന ശിർക്കിലേക്ക് പോകുമായിരുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ ഇടപെടൽ കാരണമാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ ഈ സംഘടനയെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചുള്ള മിശിഹയാണ് അദ്ദേഹം എന്നാണ്. എന്തു കിട്ടിയിപ്പോ? 2012 പുത്തൻ തൗഹീദുമായിട്ട് അഹ്സനിമാരുടെ മുമ്പിൽ ചെന്നപ്പോ നാണം കെട്ടില്ലേ? ഖുർആൻ ആയത്തോതി അത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും മുൻഗാമികളായ ഇമാമുകളെ, മുജാഹിദുകൾ എന്നല്ല മുസ്ലിം ലോകം ഒന്നടങ്കം ബഹുമാനിക്കുന്ന ഇമാമുകളൊക്കെ ശിർക്ക് പ്രചാരകരായിരുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്കാണ് അവരെത്തിയത്. ഇമാം നവവി, ഇമാം ഷൗക്കാനി അങ്ങനെ പറഞ്ഞു പോയാൽ അവസാനം ഈ പറയുന്ന മുജാഹിദുകൾ വരെ മുശ്രിക്കുകളായി പോകുന്ന തലതിരിഞ്ഞ വാദമാണ് വാസ്തവത്തിൽ മൂവാറ്റുപുഴയിൽ അവർക്ക് അവതരിപ്പിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടിത് സംഭവിച്ചു? യഥാർത്ഥ തൗഹീദ്, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന തൗഹീദ്, അതുതന്നെ ലോക മുസ്ലിമീങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ കേരളത്തിൽ 4 ആൾ മാത്രം മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ അതിനുവേണ്ടി പുതിയ തൗഹീദ് ഇറക്കുമതി ചെയ്ത് ജമിയത്തുൽ ഉലമയിൽ സ്വാധീനം ചെലുത്തി തീരുമാനമുണ്ടാക്കി അടിച്ചേൽപ്പിച്ച് സർക്കുലർ ഇറക്കി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ. അതാണ് സുന്നികളോട് നമുക്കിപ്പോ, അതുകൊണ്ട് സുന്നികളുടെയും നമ്മുടെ അവസ്ഥ അതാണ്. പിന്നെ നമ്മുടെ പ്രത്യക്ഷ എതിരാളികളായ ഉസൈൻ മടവൂരും കൂട്ടരും അവരെടുക്കൽ ഈ പുതിയ തൗഹീദ് കൊണ്ട് വല്ല മെച്ചവും കിട്ടിയോ? 2012 സ്പെഷ്യൽ തൗഹീദ് ഇറക്കുമതി ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരിപ്പോ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് ഏത്തമിടണമെന്നാണ്. ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ വിമർശിച്ച് നടന്നില്ലേ? ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് സത്യമെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യം വന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയണം, ക്ഷമ ചോദിക്കണം എന്നാണ് ഇപ്പോൾ മടവൂരും കൂട്ടരും പറയുന്നത്. അപ്പോ എടവണ്ണയിൽ പോയിട്ട് അനസ് കരഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മർക്കസ് ദഅവയിൽ പോയി കാല് പിടിക്കണം എന്നാണ് ഇപ്പോൾ ഹുസൈൻ മടവൂരും കൂട്ടരും പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ തൗഹീദ് കൊണ്ട് ഒന്നുകൂടി നമ്മൾ നാണം കെട്ടു എന്നതല്ലാതെ പിന്നെ ഇപ്പോഴുണ്ടായ ഈ വ്യക്തമായ ചേരിതിരിവ്, കേന്ദ്ര പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ അപരിഹാര്യമായ രീതിയിലുള്ള ചേരിതിരിവ്, അത് ഈ പുതിയ തൗഹീദ് കൊണ്ടുണ്ടായതാ. അബ്ദുറഹ്മാൻ സലഫിയുടെ ലക്ഷ്യവും അതായിരുന്നു. ഇനി അദ്ദേഹത്തിനെ തന്റെ ചേരി കൊണ്ട് സമ്മേളനം നടത്തി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അതിനെ പുറത്താക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. സക്കരിയ സലാഹി ഒരാളാണ്, ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും കുറെ ആളുകളുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ MSM-ഉം ISM-ഉം ഒക്കെ ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ശിർക്കാണെന്ന് തീരുമാനിച്ചത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ISM-നെ പിരിച്ചുവിട്ട് ഞങ്ങൾ പുതിയ ISM-നെ, അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ചില ആളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാണ് ചില പുതിയ പ്രാസംഗികരൊക്കെ ഈ സത്യം മനസ്സിലായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിക്കാത്തത്. പുതിയ ISM-ഓ MSM-ഓ ഒക്കെ എന്ന കാര്യമായ പോസ്റ്റ് കിട്ടും എന്ന നിലക്കാണ്. കണ്ടില്ലേ, എടവണ്ണയിൽ ഒരു സ്വലാഹി ആലപ്പുഴക്കാരൻ അവനിങ്ങനെ ചീറുകയാണ്. എന്താ ചീറാൻ കാര്യം? കാര്യമായ പോസ്റ്റ് കിട്ടാൻ പോവാണെന്നാ മൂപ്പര വിചാരം. അപ്പൊ ISM-നെ പിരിച്ചുവിട്ട് പുതിയ സ്റ്റേറ്റ് ISM കമ്മിറ്റി വരും. ജില്ലകൾ തോറും പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാകണം പ്രസിഡന്റ്, ആരൊക്കെയാണ് സെക്രട്ടറി. അതുപോലെ MSM-നെ പിരിച്ചുവിട്ട് പുതിയ MSM ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് നേതൃത്വം നൽകുന്ന ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കി ആ മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് ഞങ്ങൾ ഇവിടെ സമ്മേളനം നടത്തി കാണിച്ചു തരാം എന്ന അഹങ്കാരത്തിന്റെ സ്വരമാണ് ഇപ്പോൾ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്താൻ ആദർശ വിശദീകരണവുമായി ഇറങ്ങിയിട്ടുള്ളത്. ജിന്നും സിഹറും പറഞ്ഞ് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്ന് സർക്കുലർ ഇറക്കിയ ആളുകൾ ഇന്ന് അത് മാത്രമേ പറയുന്നുള്ളൂ. ഈ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം എന്തെങ്കിലും ഒരു ദഅവത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൗഹീദി പ്രസ്ഥാനത്തിന്റെ എക്കാലത്തുമുള്ള ദഅവത്ത് ഈ കേന്ദ്ര കമ്മിറ്റി വന്നിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവർക്കുള്ള പണി പുറത്താക്കുക, അകത്താക്കുക, അതുപോലെ തന്നെ വിശദീകരണം ചോദിക്കുക, അതുപോലെ ഓരോ സ്ഥലത്തും കഴിയുന്നത്ര ഭിന്നിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ മധ്യസ്ഥം വഹിക്കുക. ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതും അവരെന്നെ, പിന്നെ മധ്യസ്ഥരായി വരുന്നതും അവരെന്നെ, ജഡ്ജി അവരെന്നെ, വിധി പറയണതും അവരെന്നെ. അങ്ങനെ ആകെ കൂടി 4 ആളുകളിലേക്ക് ഇത് ഇസ്ലാഹി പ്രസ്ഥാനം ചുരുങ്ങിപ്പോവാണ്. അങ്ങനെയുള്ള ഒരു അധികാര കേന്ദ്രീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് എന്നെ പുറത്താക്കിയാൽ, ഞാൻ പുറത്തുപോയാലെങ്കിലും ഇത് പ്രശ്നം തീരുമെന്ന് വിചാരിച്ചു. എന്നാലെങ്കിലും സംഘടന രക്ഷപ്പെടട്ടെ. ശരി, അതിനും വിടൂല. ഞാൻ പുറത്തുപോയത് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എന്നെ കുറിച്ച് ശിർക്ക് ആരോപിച്ചു. പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു.
സക്കയ്യ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളാണ്. ജിന്നിനെയും മലക്കനെയും വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്ന ആളാണ്. സ്വാഭാവികമായും എനിക്ക് വിശദീകരിക്കേണ്ടി വന്നു. കാരണം ഈ നാട്ടിൽ കഴിഞ്ഞ 10-30 വർഷമായി ആദർശത്തിനു വേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പ്രബോധകനാണ് ഞാൻ. മുജാഹിദ് പ്രസ്ഥാനത്ത് വിട്ടുനിന്ന ഒരു കാലവും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ കാസറ്റുകളും എന്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ധാരാളമായി പ്രചരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ വായിച്ച് വിശ്വസിച്ച് അതാണ് ശരിയെന്ന് വിശ്വസിച്ച ആളുകളോട് ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അങ്കലാപ്പിലാകുന്നത് ഞാൻ മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചാണ്. എതിരാളികൾ പോലും ചോദിക്കുമ്പോ ഇത്ര കാലം ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ നിങ്ങൾ ഇറക്കിയ ആള് ശിർക്കിന്റെ ആളായിരുന്നു എന്നാണല്ലേ, അപ്പൊ നിങ്ങളെ തൗഹീദിന്റെ കഥ എന്താണ് എന്ന് എതിരാളികൾ ചോദിക്കില്ലേ? അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിലും മുജാഹിദ് പ്രവർത്തകർക്ക് മുമ്പിലും എന്താണ് നടന്നതെന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരായതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിശദീകരണം നൽകേണ്ടി വന്നത്. സുഹൃത്തുക്കളെ, എനിക്കെതിലുള്ള കുറ്റപത്രം, ആ കുറ്റപത്രത്തിലുള്ള കൃത്രിമങ്ങളും കുതന്ത്രങ്ങളുമാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യോഗത്തിൽ ഒരു 2 വാക്ക് പറയാൻ നമ്മുടെ നൂറുദ്ദീൻ ലബ്ബാ ദാരിമി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് വരാൻ പ്രയാസമുള്ളത് കൊണ്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം നമ്മൾ റെക്കോർഡ് ചെയ്തത്, അതിന്റെ ഒരു ഭാഗം കാണിക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് എത്ര സമയം വേണം? ഇപ്പൊ കാണിക്കാവോ? ശരിയാക്കില്ല. അപ്പോ അത് നിങ്ങൾ കാണിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞ് തുടങ്ങിയത്, എനിക്കിതുള്ള കുറ്റപത്രം യഥാർത്ഥത്തിൽ ഇവർ 2006 ചുരുക്കിയത് അത് ദുരുദ്ദേശപൂർവമാണ്. 2002 മടവൂരികൾ പുറത്തുപോയപ്പോ പറഞ്ഞതാണ് ജിന്ന് സേവയിലേക്കും സിഹിർബാധയിലേക്കും പിശാച് പൂജയിലേക്കും ഒന്നും ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന്. അന്നു തന്നെ അതിനെതിരെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് അവർ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഒരു പുസ്തകം ഞാൻ എഴുതി, ജിന്ന് സേവയും പിശാച് ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. അന്ന് ISM കമ്മിറ്റിയുടെ ചാനൽ ഉപയോഗിച്ച് കേരളം മുഴുവൻ വിതരണം ചെയ്തു. അത് പരിശോധിച്ചിട്ട് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയും CP സലീമുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അതോടുകൂടി അവർ പിൻവാങ്ങി. നിങ്ങൾ ഈ പറയുന്ന ജിന്നും സിഹറും ഒന്നും KNM പുറത്തിറക്കിയൊന്നല്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടുള്ള ശബാബിലും നിങ്ങൾ യുവത എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള പുസ്തകാലയവും പുറത്തിറക്കിയ സൃഷ്ടികളിൽ തന്നെ ഇതൊക്കെയുണ്ട് എന്നതായിരുന്നു ആ പുസ്തകത്തിലെ പ്രമേയം. അതോടുകൂടി അവർ തൽക്കാലം പിൻവാങ്ങി. പിന്നീട് അവർ വീണ്ടും ഇറങ്ങിയപ്പോ കോഴിക്കോട് സാൽവേഷനോടനുബന്ധിച്ച് ജിന്ന് സേവയും ജിന്നും സിഹറും മടവൂരികൾ ദുഷ്പ്രചരണവും എന്ന പേരിൽ ഒരു ലഘുകൃതി ചോദ്യോത്തര രൂപത്തിൽ ഞാൻ തയ്യാറാക്കുകയുണ്ടായി. അത് 1000കണക്കിന് കോപ്പി കോഴിക്കോട് സാൽവേഷനിൽ വിതരണം ചെയ്യുകയുണ്ടായി. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എടുത്ത നടപടികളിൽ ഉൾപ്പെടുത്താൻ അബ്ദുറഹ്മാൻ സലഫിയുടെ കുറ്റപത്രത്തിൽ ഇടം കണ്ടിട്ടില്ല. നേരെ മറിച്ച് എനിക്കെതിരിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുറ്റപത്രമാക്കി ഇവിടെ സമർപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ആ കുറ്റപത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബഹുമാന്യനായ നൂറുദ്ദീൻ ലബ്ബാ ദാരിമിയുടെ ഒരാമുഖം നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ അഭിമുഖം നിങ്ങൾക്ക് കേൾപ്പിക്കും. ഒരു 10 മിനിറ്റ്. സമയമാകുമ്പോൾ ഞാൻ പ്രസംഗിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവവികാസങ്ങൾ, വിവാദങ്ങൾ അങ്ങേയറ്റം
വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും ശക്തമായ പ്രസംഗങ്ങളിലൂടെയും നിലപാടിലൂടെയും ഒക്കെ സാധാരണ ജനങ്ങളും പണ്ഡിതന്മാരും ഈ പ്രസ്ഥാനത്തെ അടുത്തറിയുകയും നൂറുകണക്കിന് മുസ്ലിയാക്കന്മാരും 10,000-കണക്കിന് മുസ്ലിം ബഹുജനങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ നിലനിൽക്കാനുള്ള അർഹതയുള്ളൂ എന്ന് മൊത്തത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങേയറ്റം ഖേദകരമായ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാകുന്നില്ല. സക്കരിയ സ്വലാഹിയെ പുറത്താക്കിയത് മുതൽക്കാണ് ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്? അദ്ദേഹം ജിന്നിനോടും മലക്കിനോടും സഹായം തേടാമെന്ന് വാദിക്കുന്ന ആളാണ്, പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന കാരണമാണ് പ്രധാനമായും അദ്ദേഹത്തെ പുറത്താക്കുന്നതിനായി ജമിയത്തുൽ ഉലമ ജനങ്ങളോട് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്കങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല, ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് ശിർക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിച്ച് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്ന് തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തോട് പ്രതികരിക്കുകയും അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതായി അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നാം കാണുന്നു. എന്നാൽ അതിന് തെളിവായിട്ട് ജമിയത്തുൽ ഉലമ കാണുന്ന പ്രധാനമായ കാര്യം എന്താണ്? യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ള ഹദീസ് അത് ശിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി പറയുന്നു എന്നതാണ്. അപ്പൊ യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസ് ശിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി പറയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയുള്ളത്. ജിന്നിനോടും മലക്കിനോടും സഹായം തേടാമെന്ന വാദമുള്ളത് കൊണ്ടല്ല. കാരണം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുകയാണ്. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കാരണമാണ് യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ള ഹദീസ് ശിർക്കല്ല എന്ന അദ്ദേഹം ആ പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സലഫി ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ പ്രാമാണികനും പറയാത്തൊരു വാക്കാണിത്. സലഫി പണ്ഡിത ലോകത്തുള്ള പ്രമുഖരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ ജമിയത്തുൽ ഉലമയിൽ ഉണ്ടെങ്കിൽ ഈ പേരിൽ അവരെയൊക്കെ പുറത്താക്കട്ടെ. അവരെയൊക്കെ പുറത്താക്കൂലായിരുന്നു യഥാർത്ഥത്തില്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ, അതേപോലെ തന്നെ ഇമാം നബവിയെ, അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി പോലുള്ള പ്രഗത്ഭരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ ജമിയത്തുൽ ഉലമയിലായിരുന്നുവെങ്കിൽ അവരെയൊക്കെ ഇവര് പുറത്താക്കൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ന്യായവുമില്ല ആ പറയുന്നതിൽ. ആ ഹദീസ് ശിർക്കല്ല എന്ന് ശിർക്കാണെന്ന് അംഗീകരിച്ചാലേ ഞങ്ങൾ സംഘടനയിൽ നിർത്തൂ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും അനാവശ്യമായ ഒരു വാദഗതിയാണ്. നമ്മളൊക്കെ സലഫികളാണെന്ന് പറഞ്ഞാൽ സലഫികളുടെ നിലപാടിനെ, അത് ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലുമൊക്കെ സലഫികളെ അംഗീകരിക്കുന്നവരാണ് എന്ന നിലക്കാണ് നമ്മൾ സലഫികൾ എന്ന് നമ്മളെക്കുറിച്ച് പറയപ്പെടുന്നത്, നമ്മൾ സലഫികളാണെന്ന് അവകാശപ്പെടുന്നതും. എന്നാൽ ഇത് സലഫി നിലപാടിന് 100% വിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇതിൽ ജമിയത്തുൽ ഉലമ ഒന്ന് പുനഃപരിശോധന നടത്തി ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സലഫികളുടെ നിലപാട് എന്താണോ അത് അംഗീകരിക്കുകയും സക്കരിയ സ്വലാഹി ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുന്ന സ്ഥിതിയിൽ
അദ്ദേഹത്തെ പുറത്താക്കിയതിനെ സംബന്ധിച്ച് പുനഃപരിശോധിക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളും കടുത്ത ഭിന്നതകളും അവസാനിപ്പിക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ജമിയത്തുൽ ഉലമയോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സക്കരിയ സ്വലാഹി ഇവിടെ ജിന്ന് സിഹിർ വിഷയത്തിൽ നടത്തിയ ഒട്ടനവധി പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും തന്നെ ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നില്ല. സക്കരിയ സ്വലാഹി പറയുന്നത് ആദർശത്തിനെതിരാണ്, ഇസ്ലാമിക ആദർശത്തിനെതിരാണ്, അഹ്ലുസുന്നത്തിന്റെ നിലപാടിനെതിരാണ്, സലഫി ലോകത്തിന്റെ നിലപാടിനെതിരാണെന്ന് ഇവിടെ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ വരെ വിറയ്ക്കുകയും അമ്പരക്കുകയും ചെയ്ത ഒരു സാഹചര്യം. കാരണം നടന്ന സംവാദങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തെളിവുകൾക്ക് മുന്നിൽ മറുപക്ഷം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് നാം എല്ലാ സംവാദ വേളകളിലും കണ്ടത്. ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ അറിഞ്ഞതും ഇത് ജനകീയമായതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. സക്കരിയ സ്വലാഹിയെ പോലുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ നടത്തിയ ത്യാഗോജ്ജലമായ സംവാദങ്ങൾ, ആ സംവാദങ്ങളിലൂടെയാണ് സത്യവും അസത്യവും വേർതിരിയുന്നതും ഈ പ്രസ്ഥാനത്തിനാണ് ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമുള്ളത് എന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം അത് ശിർക്കാണെന്നും അത് വലാലത്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ഈ പ്രസ്ഥാനവുമായി സഹകരിക്കേണ്ടതുണ്ടെന്ന് വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരെ മനസ്സിലാക്കുകയും അവരൊക്കെ അധിക പേരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ജനങ്ങളും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു വിള്ളലും മറ്റും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സംഘടന, ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വിവാദം അവസാനിപ്പിക്കണം. ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുള്ള കടുത്ത ആരോപണം, അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, അദ്ദേഹം ശിർക്ക് ചെയ്തു, ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള മാനദണ്ഡം എന്താണ്? ജിന്നിനോടും മലക്കിനോടും സഹായം തേടാം എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നാണോ? അല്ല, അത് പാടില്ലെന്നും ശിർക്കാണെന്നും അദ്ദേഹം വാദിക്കുന്നു. പിന്നെന്താണ് ഇവിടെ ഈ യാ ഇബാദല്ലാഹ് ഐനൂനി എന്നുള്ള ആ ഹദീസ്, അത് 2-3 തരത്തിൽ അതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട, അത് ശിർക്കാണെന്ന് പറയണ്ട. കാരണം അത് സലഫി ലോകത്തിനെതിരാണ്. അത് പറയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഒന്നടങ്കം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ വാദിക്കുന്നതായി ജനങ്ങൾ മനസ്സിലാക്കും. നമ്മളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകും. നമുക്കെതിരെ തെളിവുകൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ നമ്മുടെ ശത്രുക്കൾക്ക് നമുക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി വരും. അതുകൊണ്ട് ഇവിടെ ജമിയത്തുൽ ഉലമ സക്കരിയ സ്വലാഹിയെ പുറത്താക്കിയത് മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത്. സക്കരിയ സ്വലാഹി വ്യാപകമായി വിഷയം പ്രസംഗിച്ചു നടന്ന കാലത്ത് ഇവിടെ ഒരു ഭിന്നിപ്പില്ല, ഒന്നുമില്ല. മുജാഹിദുകൾ ഒരൊറ്റക്കെട്ടായിരുന്നു. ആ വിഷയം മനസ്സിലാക്കേണ്ടതുപോലെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. ഭിന്നിപ്പിന്റെ തുടക്കം ഇവിടെ പുറത്താക്കിയതാണ്. പുറത്താക്കാനുള്ള കാരണം എന്താണ്? യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസ് ശിർക്കാണെന്ന് ആര് പറയണം? സക്കരിയ സ്വലാഹി പറയണം. എങ്കിലേ ഞങ്ങൾ സംഘടനയിൽ നിർത്തൂ. ഇത് തികച്ചും അനീതിയാണ്, അന്യായമാണ്. അതുകൊണ്ട് എനിക്ക് ജമിയത്തുൽ ഉലമയോട് വിനീതമായി പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി അംഗീകരിക്കണം. മാത്രവുമല്ല, യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ആ ഹദീസ് അത് ലഈഫാണ്, അത് തെളിവിന് പറ്റാത്തതാണ് എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് അത് ശിർക്കാണ് എന്നുള്ള ആ വാദം ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിലേക്ക് കടന്നു വന്നിട്ട് അതിനെയൊക്കെ തുടച്ചു മാറ്റാൻ നമുക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണം, ബാധ്യത നിർവഹിക്കണം. അതിനൊരു തടസ്സമാകാൻ പാടില്ല നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ജമിയത്തുൽ ഉലമയുടെ സക്കരിയ സ്വലാഹിക്കെതിരെയുള്ള തീരുമാനം അത് പിൻവലിച്ച് അദ്ദേഹത്തെ സംഘടനയിലേക്ക് കൊണ്ടുവരണം. മുജാഹിദുകൾ ഒരൊറ്റക്കെട്ടായി നിലകൊള്ളണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ,
നൂറുദ്ദീൻ ലബ്ബാദാരിമി നിലവിലുള്ള പ്രശ്നങ്ങളെ അദ്ദേഹത്തിന്റെ വീക്ഷണകോണിലൂടെ കണ്ട് അവതരിപ്പിച്ച ഒരു സംസാരമാണിത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയണം എന്ന് പറഞ്ഞതല്ല. അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അഭിമുഖം കിട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ്, ഇന്നലെ പോലും അറിഞ്ഞിട്ടില്ല, ഇന്നാണ് ഇങ്ങനെ അഭിമുഖം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി വിഷയം പഠിക്കുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ഞാൻ മംഗലാപുരത്ത് പ്രസംഗിക്കുമ്പോ തമിഴ്നാട് ജമിയത്ത് അഹ്ലുൽ ഹദീസിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ പങ്കെടുത്തു. ഡോക്ടർ RK നൂർ മുഹമ്മദ് മദനി. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റായി പാസ്സായ, ഇന്ന് ചെന്നൈയിൽ ഒരു സ്കൂൾ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വിഷയങ്ങൾ മനസ്സിലായി. അതുപോലെ കർണാടകയിലുള്ള ജമിയത്ത് അഹ്ലുൽ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഹസീബ് മദനി, മദീനയിൽ നിന്ന് നമ്മുടെ ഷമീർ മദനിയുടെയൊക്കെ ആ ബാച്ചാണ് തോന്നുന്നു, അദ്ദേഹം പഠിച്ച് ഇപ്പൊ അവിടെ അധ്യാപകനാണ്, കുലിയത്തുൽ ഹദീസിൽ അധ്യാപകനാണ്. അദ്ദേഹം ഈ അടുത്ത് കഴിഞ്ഞ 1-2 ആഴ്ചയായി കേരളത്തിൽ ഉണ്ടായിരുന്നു അത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും വിളിച്ചിട്ടില്ല. ഇന്നലെയാണ് അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ, RK നൂർ നിങ്ങൾ എന്നെ വിളിക്കും, നമ്പർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ വിളിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. മനാറുൽ ഹുദയിൽ വരുമ്പോ, വേങ്ങരയിൽ വരുമ്പോ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ നിങ്ങൾ വരാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനാറുൽ ഹുദയിൽ ഞാൻ പോയിട്ട് മനാറുൽ ഹുദക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാതിരിക്കുന്നതാണ്. നല്ലത് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ കേട്ടു. അപ്പൊ എന്നോട് മംഗലാപുരത്ത് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വിളിക്കും, ഞാൻ വിഷയം ഒന്ന് പഠിക്കട്ടെ. വിഷയം പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ കേരളത്തിൽ വന്നപ്പോ ചില ആളുകൾ ചോദിച്ചു ഇങ്ങനെ പ്രശ്നം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എനിക്കറിയില്ല, സക്കരിയ സലാഹി പറയുന്നത് എനിക്കറിയില്ല, അനസ് മുസ്ലിയാർ ആരോ പറഞ്ഞത് എനിക്കറിയില്ല, വിഷയം ഇതാണ്. അങ്ങനെ അദ്ദേഹം ആ ഹദീസുമായി ബന്ധപ്പെട്ട പണ്ഡിത ചർച്ചകളൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ കേട്ട ആള് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതന്നെ സക്കരിയ സലാഹിയും പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് സുഹൃത്തുക്കളെ എന്റെ മാത്രം ഒരു ഒറ്റപ്പെട്ട വാദമാണെന്ന് പറഞ്ഞിട്ടാണ് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റിന്റെ ആളുകൾ മംഗലാപുരത്ത് പ്രചരിപ്പിച്ചത്. ഇന്നലെ 2 സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട 2 ആളുകൾ അഹ്ലെ ഹദീസിന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു സക്കരിയ സലാഹിന്റെ ഒറ്റപ്പെട്ട വാദം, ഇത് സലഫി ലോകത്തിന്റെ അഭിപ്രായമാണ് എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് നൂറുദ്ദീൻ ലബ്ബാദാരിമിയും അതുപോലെ കാര്യങ്ങൾ സ്വതന്ത്രമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് അപ്പോൾ കേട്ടത്. ഇത് യോജിപ്പിലെത്തണമെന്ന് ആഗ്രഹമുള്ള, പ്രസ്ഥാനത്തിലെ പ്രതിസന്ധി നീങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ചില അസുഖങ്ങളൊക്കെ ആയിട്ട് പഴയതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാനോ യാത്ര ചെയ്യാനോ വയ്യാത്തത് കൊണ്ടാണ് പല പരിപാടികൾക്കും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്. എങ്കിലും നെറ്റിലെ ബൈലക്സ് ക്ലാസ് റൂമിൽ പോയി എല്ലാ പരിപാടികളും വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കെതിരെ കുറ്റപത്രത്തിന്റെ നിരൂപണത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറേ ഉള്ളൂ. ഒന്നാം നമ്പറായിട്ട് അബ്ദുറഹ്മാൻ സലഫി വായിച്ചിട്ടുള്ളത് സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയരുത് എന്ന് സക്കരിയ സലാഹി, ശംസുദ്ദീൻ ബാലത്തി എന്നിവരെ വിളിച്ച് ഉപദേശിച്ചു. അത് 6 വർഷം മുമ്പൊന്നുമല്ല, അതിന്റെയും മുമ്പാണ്. ജിന്ന് ശൈത്താൻ വിഷയം സജീവമാക്കി മടവൂരികൾ ഇറങ്ങി ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെ അവർ പലതും പറഞ്ഞു പോകും, നിങ്ങൾ അതിന് മറുപടി പറയാൻ പോകരുത്, അവരെന്തോ പറഞ്ഞു പോയിക്കോട്ടെ. ശരി, ഞങ്ങൾ മറുപടി പറയുന്നില്ല. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിച്ചു, ഞാനും സ്വീകരിച്ചു, പാലത്തും സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. നമ്മൾ മറുപടി പറഞ്ഞതേയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോഴിക്കോട് സാൽവേഷന്റെ മുന്നോടിയായിട്ട് പിന്നെയും അവർ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി. കോഴിക്കോട് സാൽവേഷൻ കഴിയുമ്പോഴേക്കും നമ്മളെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായ ഒരു ചിത്രം ഉണ്ടാക്കാൻ മടവൂർ വിഭാഗത്തിന് സാധിച്ചു. നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരും ഖുറാഫാത്തിന്റെ ഏജന്റുമാരുമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ. അപ്പൊ നമ്മൾ വീണ്ടും മീറ്റിംഗ് കൂടി, നമ്മൾ ഇതിന് ഇനി പ്രതികരിച്ചേ പറ്റൂ. അപ്പൊ ഏത് രീതി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ചർച്ചയായി. ചർച്ചക്കൊടുവിൽ ഈ വിഷയത്തിൽ തനിച്ച ഹദീസ് നിഷേധത്തിലേക്കാണ് മടവൂർ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ജിന്നും പിശാചും സിഹ്റുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ അവരെ കൂടെയുള്ളവർക്ക് ദഹിക്കാത്തതാണ് പ്രശ്നത്തിന്റെ മർമ്മം. അതുകൊണ്ട് ഹദീസ് നിഷേധം ഉയർത്തിക്കാട്ടി അവിടെ ഈ വിഷയത്തിലുള്ള നിലപാടിന്റെ സലഫി വിരുദ്ധ ലൈൻ നാം തുറന്നു കാട്ടിക്കൊണ്ട് പ്രസംഗിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും
അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും എല്ലാവരും മറുപടി പറയാനായി ഇറങ്ങുകയും നമ്മൾ പലയിടത്തും അവരെ നേരിടുകയും അവർ പിൻവാങ്ങുകയും ചെയ്തു. അത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതിന് ഖുർആനിലും സഹീഹായ ഹദീസിലും വന്നതൊക്കെ പറയാ. ഒറ്റപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങൾ പറയാതിരിക്കുക. അത് പിന്നീട് ആലോചിച്ചിട്ട് പറയാം. ചികിത്സയെ പറ്റി പറയേണ്ടതില്ല. ഈ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് അന്ന് നമ്മളൊക്കെ സംസാരിച്ചത്. അതാണ് രണ്ടാമതായി നമ്മൾ മറുപടിക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ രണ്ടാമതായിട്ട് എടുത്തു പറഞ്ഞത്, അപ്പൊ ഒന്നാമത്തെ തന്നെ തെറ്റാണ്, എനിക്കെതിലുള്ള നടപടി എന്നാ പറഞ്ഞത്. ഉപദേശിച്ചു, ഉപദേശിച്ചത് ശരിയാണ്, ഞാൻ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ആ നടപടിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശരി. രണ്ടാമത് സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നിവരെ ജാമിയ സലഫിയിൽ വിളിച്ചു വരുത്തി ഉപദേശം നൽകി. ഞങ്ങളെ മാത്രമല്ല, പല പ്രബോധകരെയും വിളിച്ചിരുന്നു. എന്റെ മാത്രം പേര് പറഞ്ഞൂടല്ലോ എന്നൊക്കെ മൂപ്പര് ബർക്കത്തിന് വേണ്ടി രണ്ടാളെയും കൂടി കൂട്ടിയതാ. എന്നോടൊന്ന് പറഞ്ഞത്, ഞങ്ങൾ KV വിളിക്കുന്നുണ്ട്, ജമീല ടീച്ചറെ വിളിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ഹദീസ് നിഷേധം പറയുന്നവരെയും വിളിക്കുന്നുണ്ട്, നിങ്ങളെയും വിളിക്കുന്നുണ്ട് എന്നാ. പക്ഷെ അവരെ വിളിച്ചൊന്നും രേഖയിലില്ല. പക്ഷെ നമ്മളെ മാത്രം പറഞ്ഞ രേഖ അതാണ്. ഇത് കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ ഇതാണ്. അത് ജാമിയ സലഫിയയിൽ വിളിച്ചതിൽ പലരുമുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ഇങ്ങനെ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഉപദേശം സ്വീകരിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മൂന്നാമത് KNM, ISM, MSM നേതാക്കളുടെ മുമ്പിൽ വെച്ച് ഇവരെ ശാസിച്ചു, ഞങ്ങളെയൊക്കെ ശാസിച്ചു. ശരിയാണ്, ഞങ്ങളെ വിളിച്ചു, മുജാഹിദ് സെന്ററിൽ വരണം എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയില്ല. ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് ഇരുന്നിട്ട് അപ്പൊ ഇങ്ങനെ വിഷയം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നപ്പോ നമ്മൾ സംസാരിക്കണം. ഇവിടെ സംസാരം വാദപ്രതിയൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം സംഘടനാ സെക്രട്ടറി അലി അബ്ദുൾ റസാഖ് മൗലവി എണീറ്റ് പറഞ്ഞു, നിങ്ങളെ ശാസിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ശാസിച്ചത്? ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഒന്നും സംസാരിക്കാൻ പാടില്ല, ഇവിടെ വാദപ്രതിയുടെ സമയം, നിങ്ങളെ ശാസിക്കുകയാണ്. ഞങ്ങൾ കേട്ടു പോന്നു. പിറ്റേന്ന് വിചിന്തനത്തിൽ ജനസിഹർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നടക്കുന്ന ആളുകളെ സംഘടന പ്രത്യേകം വിളിച്ച് ശാസിക്കുകയില്ലെന്നും മേലിൽ ആവർത്തിക്കുകയില്ലെന്നും അവർ ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. മേലിൽ ആവർത്തിക്കുക ഉറപ്പ് കൊടുക്കണമെങ്കിൽ വർത്താനം പറയാൻ ചാൻസ് വേണ്ടേ? ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, മിണ്ടരുതെന്നാണ്. വർത്താനം പറയാൻ പാടില്ല, സംവാദം പാടില്ല, നിങ്ങളെ ശാസിക്കുകയാണ്. ഇന്നും അറിഞ്ഞൂടെ എന്തിനാ ശാസിച്ചത്? അതാണ് ശാസന. പിന്നെ നാലാമത്തത്, സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള ഇസ്ലാഹ് മാസിക 2007 ഏപ്രിൽ അബ്ദുൽ ജബ്ബാർ എഴുതിയ ലേഖനത്തിൽ രാത്രിയുടെ ഇരളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന എന്നുള്ളതുണ്ടല്ലോ, ആ സഹായാത്ര ശിർക്കുമല്ല. പിന്നെ പകൽ വെളിച്ചത്തിൽ ആ രണ്ട് ഉദ്ധരണിയും കൊടുത്തു. ഈ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. അതിനും കുറ്റം എനിക്ക്. എഴുതിയ ആളാരാ? അബ്ദുൽ ജബ്ബാർ മൗലവി. സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള, അപ്പൊ ഞാനപ്പൊ ഇസ്ലാഹ് മാസികന്റെ മേൽനോട്ടക്കാരൻ. ഞാനതിന്റെ മാനേജർ അല്ല, എഡിറ്റർ അല്ല, സബ് എഡിറ്റർ അല്ല, പ്രിന്റർ അല്ല, പബ്ലിഷർ അല്ല, അന്നുമല്ല ഇന്നുമല്ല. ഞാനതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരാള് എന്ന് മാത്രം. പിന്നെ ഇസ്ലാഹിന്റെ ആളുകൾ കാര്യമായിട്ട് എന്നെ ഉപയോഗിക്കുന്ന സംഗതി ഉണ്ട്, പിരിവ്. പൈസ അല്ലാതെ കുടുങ്ങിയെന്ന് അറിയുമ്പോ അമീർ വിളിക്കും, എല്ലാരും വിളിക്കായി, നിങ്ങൾ വിളിച്ചായി, നിങ്ങൾ വിളിക്കായി, നിങ്ങൾ വിളിച്ചായി. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പല സുഹൃത്തുക്കളോടും പറയും, പൈസ കൊടുക്കും. അങ്ങനെ അത് മാത്രമാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇസ്ലാഹ് കുടുങ്ങിപ്പോകുമ്പോ ഞാൻ ചെയ്യുന്നൊരു സേവനം. അതല്ലാതെ ഇസ്ലാഹ് മാസി എന്റെ നേതൃത്വത്തിലാണ്. ഞാൻ നിങ്ങൾ ഇന്ന എഴുതണം, നിങ്ങൾ ഇന്ന എഴുതണം, അതിൽ ഇന്ന വരി, ഇന്ന വാചകം ആണോ? ലേഖനം പരിശോധിക്കുന്നത് പോലും ഞാനല്ല. ലേഖനം പരിശോധിക്കുന്നത് കുറെ മുമ്പ് തന്നെ, ഈ 2002 ശേഷം മടവൂരികളുമായുള്ള വിഷയം ഇസ്ലാഹിൽ ഇങ്ങനെ മറുപടി കൊടുത്തപ്പോ, കാരണം മടവൂരികൾ ഇങ്ങനെ ശബാബിൽ എഴുതുക, വിചിന്തനം മിണ്ടുന്നില്ല, അൽമനാറ് മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ മറുപടി എഴുതാൻ തുടങ്ങി. അപ്പൊ മറുപടി എഴുതുമ്പോൾ കുറച്ച് അധികമായി പോകുന്നുണ്ട്, അങ്ങനെയാകുന്നുണ്ട്, ഇങ്ങനെയാകുന്നുണ്ടെന്നൊക്കെ ആക്ഷേപം വന്നപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഇനിയുള്ള ലേഖനങ്ങളൊക്കെ അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി പരിശോധിക്കട്ടെ. അപ്പൊ എഡിറ്റോറിയൽ ബോർഡിൽ പ്രായവും പക്വതയുമുള്ള, മുമ്പേ KNMന്റെ തർക്ക വിഷയങ്ങളുമായി മറ്റൊക്കെ പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹമാണ് ലേഖനം പരിശോധിക്കുന്നത്. അബ്ദുൽ ജബ്ബാറുകളുടെ ലേഖനം അബ്ദുൽ ഖാദർ കൊണ്ടോട്ടിയുടെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടോ പരിശോധിക്കാത്തതുകൊണ്ടോ എന്തോ അറിഞ്ഞൂടാ. വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലേഖനം വന്നിട്ടുണ്ടെന്നും അത് വിവാദമായിട്ടൊന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ എടുത്ത് മറിച്ചു നോക്കുന്നത്. ഇസ്ലാഹ് കിട്ടിയ പാടെ വായിക്കാൻ തന്നെ ചിലപ്പോ സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള എന്റെ പേരിൽ നാലാമത്തെ കാര്യം എന്താ? ഇസ്ലാഹ് മാസികയിൽ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. എന്റെ പേരിൽ കുറ്റം. നല്ല കുറ്റപത്രല്ലേ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത്? എന്റെ പേരിൽ വെച്ച് കെട്ടിക്ക. പണ്ടൊരു കവിയോട് കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞു. കുതിരയെ കുറച്ച് വർണ്ണിച്ചിട്ട് വാക്കുകൾ തീർന്നുപോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തറിയോ? ഈ കുതിരയെ കൊണ്ടുപോയി ഒരു തെങ്ങുമ കൊണ്ടുപോയി കെട്ടി. പിന്നെ തെങ്ങിനെ കുറിച്ച് അങ്ങനെ വർണ്ണിച്ചു. നിങ്ങൾ എന്താ കുതിരയല്ലേ വർണ്ണിക്കണ? തെങ്ങിന് കുതിരയെ കെട്ടിയ തെങ്ങുമല്ലേ? അപ്പൊ കുതിരയും തെങ്ങിന്റെ ഒരു ബന്ധല്ലേ? എന്നിട്ട് തെങ്ങിനെ വർണ്ണിക്കാം.
ആ രീതിയിലാണ് അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാറുടെ ലേഖനം എന്റെ തലയിൽ വെച്ച് കിട്ടി. പിന്നെ ഹുസൈൻ സലഫി, കരുവമ്പൊയിൽ അബ്ദുറഹ്മാൻ സലഫി എന്നിവർ തിരുത്താൻ ആവശ്യപ്പെട്ടു. ആയിക്കോട്ടെ, അതാണ് 4ാമത്തെ നടപടിക്രമത്തിന്റെ അവസാന ഭാഗം. എന്നിട്ടോ അബ്ദുൽ ജബ്ബാർ മൊഴി തിരുത്തിയോ? തിരുത്തിയില്ല. തിരുത്തിയില്ലെങ്കിൽ എന്താ വേണ്ടത്? അന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയോ? ഇല്ല. അനസ് മുസ്ലിയാർ പറയുന്നു, ഞങ്ങളവിടെ പോയിരുന്നു, ദീർഘമായിരുന്നു സംസാരിച്ചു എന്നൊക്കെ. എന്നിട്ട് അദ്ദേഹം തിരുത്തിയോ? ഇല്ല. അന്ന് അനസ് മുസ്ലിയാർക്ക് ജബ്ബാർ മൊഴി പറഞ്ഞ് ബോധ്യപ്പെട്ടു. ഹുസൈൻ സലഫിയും അനസ് മുസ്ലിയാരും ജബ്ബാർ മൊഴിയും ചർച്ച ചെയ്തിട്ട് കുറച്ചേരം സംസാരിച്ചപ്പോ എനിക്ക് ബോധ്യായി, എന്റെ ഖഫാഹ് തീർന്നു. മൗലവി പറഞ്ഞ വാക്കാ. എന്റെ അവ്യക്തത നീങ്ങി. എന്നിട്ട് മൂപ്പർ അപ്പുറത്ത് പോയി എയർപ്ലെയിൻ പോണത് നോക്കി നിൽക്കുക. അവിടെ നോക്കിയാ എയർപോർട്ട് നേരെ കാണാം, ഉയർന്ന സ്ഥല. എന്താ ഈ ചർച്ചയിൽ കാര്യമില്ല എന്ന് വിചാരിച്ച അപ്പോഴും ഹുസൈൻ സലഫിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യം വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ബോധ്യം വന്ന നിലക്ക് മടവൂരികളെയും അതുപോലെ തന്നെ ഹുബൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ സഹോദരൻ അനസ് പ്രസംഗിച്ചു. കൊണ്ടുവാ, ഇതിലെവിടെ ശിർക്ക് കാണിക്ക് എന്ന് വെല്ലുവിളിച്ചത് അദ്ദേഹത്തിന് ബോധ്യം വന്നതുകൊണ്ടാ. അപ്പോ ജബ്ബാർ മൊഴി തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ജബ്ബാർ മൊഴി വിശദീകരിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ 5ാമത്തെ നടപടിക്രമം, ഹുസൈൻ സലഫി, അനസ് മുസ്ലിയാർ എന്നിവർ എഴുതിയ കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. പിന്നെ 2008 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചു, 5-8 മാസം കഴിഞ്ഞിട്ട്. അതിന്റെയും കുറ്റം എനിക്ക്. ഇവര് തിരുത്താൻ പോയതന്നെ ഞാൻ അറിയുന്നത് കുറെ സമയം കഴിഞ്ഞിട്ട്, 2 ആഴ്ച 3 ആഴ്ച എത്ര ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. എന്നിട്ട് അവരെന്താ തിരുത്തിയത് ഞാൻ ചോദിച്ചിട്ടില്ല. അവരാ തിരുത്തിയത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നത് തിരുത്തിയെന്ന് അതും പറഞ്ഞിട്ടില്ല. ഇവരത് എഴുതി, ഹുസൈൻ സലഫി, അനസ് മുസ്ലിയാർ എന്നൊക്കെ എഴുതിയത് തിരുത്തല്ല എന്ന് അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരണമാണ്. അത് നീട്ടിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാ? ഇവിടെ ഉണ്ട് ഇസ്ലാഹിന്റെ മാനേജർ, ഇവിടെ ഉണ്ട്. അദ്ദേഹം അന്നും അത് വിശദീകരിച്ചതാ. നമുക്ക് കിട്ടിയത് ഡിസംബറിലെ ഇസ്ലാഹ് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ പിന്നെ ജനുവരി തന്നെ പ്രസിദ്ധീകരിക്കുക. കിട്ടിയിട്ട് നമ്മൾ നീട്ടി വെച്ചിട്ടില്ല. അത് അബ്ദുൽ ഖാദർ കരുമ്പോയിലാണ് അന്നും ഇന്നും എഡിറ്റർ. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു നോക്കൂ, നമ്മൾ കാലതാമസം വരുത്തിയിട്ടുണ്ടോ? അത് തിരുത്തല്ല എന്നതിന് പുറമെ അത് പ്രസിദ്ധീകരിക്കാൻ നമ്മളൊരു കാലവിളംബവും വരുത്തിയിട്ടില്ല. നമുക്ക് കിട്ടിയ അടുത്ത ലക്കത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അബ്ദുറഹ്മാൻ സലഫി പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. 2009 മഗ്‌രിബിന് ശേഷം ക്ലിപ്പ് ചെയ്യാൻ ഇവിടെ ഇരുന്നുണ്ട്. തിരുവനന്തപുരത്തെ അബ്ദുറഹ്മാൻ യായിബാദുള്ള ഐനൂനിയെ പറ്റി ചോദിച്ചപ്പോ മൂപ്പര് ഇസ്ലാഹിലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് എഴുതിയ വ്യക്തി തന്നെ ആ പ്രസിദ്ധീകരണത്തിൽ അത് തിരുത്തിയിട്ടുമുണ്ട് എന്നാ പറഞ്ഞത്. എഴുതിയ വ്യക്തി തന്നെ തിരുത്തി. അപ്പൊ പിന്നെ ജബ്ബാർ വലി എവിടുന്നോ കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ തിരുത്തിയിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ആ വ്യക്തി എഴുതിയ പ്രസിദ്ധീകരണത്തിൽ തന്നെ അതിന്റെ തിരുത്തും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കോടതി ഭാഷ നല്ല അറിയുന്ന ആളാണല്ലോ. രണ്ടും കേട്ടാൽ നമുക്ക് മനസ്സിലാകും മൂപ്പർക്ക് വൈരുദ്ധ്യമാണ്. അതിന് പറഞ്ഞെന്താ, അടുത്ത ശേഷമുള്ള ലക്കത്തിൽ തന്നെ തിരുത്തീന. അവിടെ മാസത്തിന്റെ കണക്കൊന്നുമില്ല. ഇപ്പൊ കുറ്റപത്രമാണെങ്കിൽ എനിക്ക് വേണ്ടി കുറ്റപത്രമാക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ ചവിട്ടി പിടിച്ചു നിന്നു. അവസാനം നിർബന്ധിച്ചു. എന്താ നിർബന്ധിച്ചറിയോ? ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇസ്ലാഹു മാസികക്കെതിരിൽ ഞാൻ ഇനി പ്രസംഗിക്കാൻ തുടങ്ങും, ഇസ്ലാഹിന് അനുകൂലമായി പ്രസംഗിച്ച ഞാൻ ഇനി ഇസ്ലാഹിനെതിരിൽ പ്രസംഗിക്കാൻ തുടങ്ങും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ കൊടുത്തത്. ഇതെല്ലാം ചില ആളുകൾ പിന്നീട് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത്ര ഗൗരവം നമ്മളാരും അതിനോട് കൽപ്പിച്ചിട്ടില്ല. ഒരു വിശദീകരണം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു, നമ്മളത് വിശദീകരണം എഴുതി കൊടുക്കുകയും ചെയ്തു. അതാണ് 5ാമത്തെ കുറ്റപത്രത്തിൽ.
എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈസ്റ്റ് ജില്ലയിൽ ഉസ്മാൻ മദനിയും അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടി മൗലവിയും ഒക്കെ അങ്ങനെയാ പറഞ്ഞത്. എറണാകുളത്തെ നൂർഷക്കയും അതിനെ ശക്തിയായി എതിർത്തു. എന്ന് മാത്രമല്ല, നൂർഷ സാഹിബ് കുറച്ചുകൂടി പറഞ്ഞു, നിങ്ങൾ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം എങ്ങനെ എക്സിക്യൂട്ടീവ് പാസ്സാക്കാതെ നിങ്ങൾ നടപ്പിലാക്കലാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആ എക്സിക്യൂട്ടീവ് പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെ എതിർക്കുകയും പിന്നീട് എക്സിക്യൂട്ടീവ് വരുന്നതിന് മുമ്പ് തന്നെ ആ നടപടി പിൻവലിക്കുന്ന അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എന്ന് മറ്റൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ പത്രത്തിലാണ് ആദ്യം വന്നത്, ഞങ്ങൾ അറിയിച്ചില്ല. പത്രങ്ങളിലൂടെയും ജനങ്ങളിലൂടെയും പ്രചരിച്ചു. സ്വാഭാവികമായും നമ്മള് 4-5 ദിവസം കഴിഞ്ഞപ്പോ TPയെ വിളിച്ചു ഞാൻ. അപ്പൊ TP എന്ന തിരുവനന്തപുരത്താ. ഫോൺ എടുത്ത അഹമ്മദ് അലി മദനിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു നടപടി എടുത്തെന്ന് കേട്ട് ഞങ്ങളെയൊക്കെ സംഘടനയിൽ പുറത്താക്കിയെന്ന് കേൾക്കുന്നല്ലേ, എന്നെയും മുജാഹിദ് ബാലുശ്ശേരിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലല്ലോ, നിങ്ങളെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളോട് നേരിട്ട് വിശദീകരണം ചോദിക്കുന്നത് വരെ ഈ അടുത്ത് നടക്കാൻ പോകുന്ന മണ്ഡലം സമ്മേളനത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നല്ലാതെ നിങ്ങളെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. താഴെ തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ള വാർത്ത അതാണ്. ആട്ടെ, ഞാൻ TPയോട് സംസാരിക്കട്ടെ, ഏതായാലും നിങ്ങൾ അറിയിക്കും. കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് CD ടവർന്ന് AO വിളിച്ചു, ഇതാ നിങ്ങൾക്കെതിരെ നിങ്ങൾ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ KNMന്റെയോ പോഷകഘടകങ്ങളുടെയോ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ? അത് കാരണം നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, അത് ജനറൽ സെക്രട്ടറിയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരോടും ഇതാ പറയണത്, കാരണം ചോദിച്ചാൽ AP വിളിക്കണം. ആയിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകർ പ്രായമുള്ള AP വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആളുകളോട് പറയാൻ പറ്റിയൊരു കാരണമല്ല, കാരണം AP ചോദിച്ചുണ്ടാക്കിയിട്ട് വേണം എന്നാണ്. മാത്രമല്ല, ജില്ലാ സെക്രട്ടറിമാരോട് വിളിച്ചു പറഞ്ഞതിൽ മിമ്പറിൽ നിന്നും അകറ്റി നിർത്തണമെന്നും കൂടി ഉണ്ടായിരുന്നു. കുത്തുബരെ പറയാൻ പാടില്ല. AO പറഞ്ഞപ്പോ മിമ്പറും ഇസ്ലാഹി സെന്ററും ഇല്ല, പോഷകഘടകങ്ങളെ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ APയെ വിളിച്ചു. അപ്പൊ AP പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് ഉണ്ട് എന്ന് പറഞ്ഞു. 5 മണിക്ക് ഞാൻ അവിടെ ചെന്നു, APയുമായി സംസാരിച്ചു. എന്താ സംസാരിച്ചത്? എന്താണ് എന്റെ നിലപാട്? ഞാൻ ചോദിച്ചു, എന്താണ് സർ പ്രശ്നം? നീ ഇങ്ങനെ ചെല്ലുന്നോടത്തൊക്കെ ജിന്നും ശൈത്താനും പറയാന്നാണ് ആക്ഷേപം. ഇത് സർ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എതിരാളികളെ വിഷയമാക്കുമ്പോൾ നമുക്കത് പറയേണ്ടി വരുമല്ലോ. പിന്നെ ഇന്നത് പറയണം ഇന്നത് പറയേണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ എനിക്ക് നിജപ്പെടുത്തി തന്നിട്ട് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഒരു പുതിയ വിഷയമാകുമ്പോൾ സ്വാഭാവികമായും പഠിച്ചവരും പഠിക്കാത്തവരും പഠിച്ചവരും തമ്മിൽ തർക്കമൊക്കെ സ്വാഭാവികമല്ലേ സർ? അതിനിപ്പോ നടപടി എടുക്കേണ്ട പ്രശ്നമുണ്ടോ? അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, സർ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ പ്രസ്ഥാനത്തിൽ കുറച്ചു കാലമായിട്ട് അബ്ദുറഹ്മാൻ സലഫി കൂട്ടർ എനിക്കെതിരിൽ ഇങ്ങനെ കുപ്പർച്ചെണ്ടുമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ അനുവാദം തന്നാലും ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സഹപ്രവർത്തകർ തമ്മിൽ തന്നെ പാരവെക്കുകയും ചാരപ്പണി നടത്തുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ അബ്ദുറഹ്മാൻ സലഫി നമ്മളെ ഈഗോ പ്രശ്നമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഈഗോ പ്രശ്നമല്ല, അദ്ദേഹം വലിയ ആളാണ്, വളരെ വലുതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിപ്പം സംഘടനക്ക് ഉപകാരപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷെ എന്നോട് അദ്ദേഹത്തിന് എന്തോ ചില അസൂയകളുണ്ട്. അദ്ദേഹത്തെ പറ്റി എനിക്കൊരു അസൂയല്ല, അതെന്താണെന്ന് അറിയണം, എന്നിട്ട് ഞാൻ ഈ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് ഞാൻ APയോട് പറഞ്ഞു. അങ്ങനെ APയുമായി സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും ചോദിച്ചു. നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി വരികയും നീ അദ്ദേഹത്തിന് കാസറ്റ് കേൾപ്പിച്ചു, അങ്ങനെ വയലന്റ് ആയി, എന്നിട്ട് അദ്ദേഹത്തെ നീ പിന്നെ വേറൊരാളത്തേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിയാണ് സർ, ഉണ്ടായിട്ടുണ്ട്. തൗഹീദുള്ള ഒരു കുട്ടി, മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേട്ട് മുജാഹിദായ ഒരു കുട്ടി, സുന്നിയായ കാലത്ത് മദ്രസയിൽ പോകുമ്പോ എന്തോ കണ്ട് പേടിച്ചതിന്റെ പേരിൽ നൂലും മന്ത്രമൊക്കെ വീട്ടിലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് നൂലും മന്ത്രമൊക്കെ വലിച്ചെറിഞ്ഞപ്പോ വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടായി. അപ്പൊ ഖുർആൻ കേൾക്കാൻ പറഞ്ഞു. ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഖുർആൻ കേൾക്കുന്ന പ്ലെയറും CD യും തെറിച്ചു പോകുന്നു. അയാൾ കട്ടിന് പുറത്തേക്ക് ചാടുന്നു.
അങ്ങനെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഇതിന് നമ്മുടെ ഈ ഇതിന് ചികിത്സ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് എന്തോ പൈശാചികതയാണെന്നാ. ഞാനൊരു സാധാരണ കാസറ്റ് ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോ കുട്ടി മദർ ബിസ്കറ്റ് വരികയാണ്. ഞാൻ ആ കുട്ടിക്ക് അത് ഇട്ടുകൊടുത്തു. അങ്ങനെ ആ കുട്ടി വയലന്റായി. ഞാനാകെ ബേജാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രീതി പരിചയമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഇതാണ് ഇപ്പൊ വലിയ പ്രചരണ ആയുധമായി സ്വീകരിച്ചിട്ടുള്ളത്. സക്കരിയ സലാഹിക്ക് എന്താ ഖുർആൻ ഓതാൻ അറിയില്ലേ? അദ്ദേഹം എന്തിനാ വേറൊരാളെടുത്ത് കയക്കുന്നത്? ചോദിക്കുന്നത് ആരാ? അനസ് മുസ്ലിയാര്. അനസ് മുസ്ലിയാര് സുബൈർ ഡോക്ടർ എന്തിനാ വിളിച്ചത്? സുബൈർ ഡോക്ടറെ കാറിൽ പോയി. മൂപ്പര് പറയുന്നുണ്ട്, ഇപ്പൊ റുഖിയാന്ന് പറഞ്ഞാൽ കയ്യൊറുണ്ടാകും, ഒരു വടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഈ കയ്യൊറയും വടിയൊക്കെ എവിടുന്ന അനസ് കണ്ടത്? സുബൈർ ഡോക്ടറെ പെട്ടിന്ന്. എങ്ങനെ സുബൈർ ഡോക്ടറെ പെട്ടി മൂപ്പര് കണ്ടത്? സുബൈർ ഡോക്ടറെ റുഖിയ ചെയ്യാൻ വിളിച്ചിട്ട്. അനസ് മുസ്ലിയാർ പോരാൻ അറിയാഞ്ഞിട്ടാ. ഇന്നലെ ഒരു പ്രവർത്തകൻ സുബൈർ ഡോക്ടറെ വിളിച്ചൊരു ക്ലിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചു തരാൻ പറ്റും. എന്താണ് സംഭവിച്ചത്? എല്ലാരും ചോദിക്കണം, സക്കരിയ സലഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ? സുബൈർ ഡോക്ടർ പറയുന്നുണ്ട്, എന്നെ സമീപിച്ചതും വിളിച്ചതും ഭൂരിഭാഗവും മുജാഹിദുകളാണ്. അവർ ഖുർആൻ ഓതാൻ അറിയുന്നവർ തന്നെയാണ് മിക്കവാറും എല്ലാവരും. ഖുർആൻ ഹാഫിദായവർ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓതാൻ അറിയാത്തതുകൊണ്ടായിരിക്കില്ലല്ലോ എന്ന് സുബൈർ ഡോക്ടർ പറയുന്നുണ്ട്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. കഴിയോ? അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെ ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവിയെ കണ്ടു. എന്നതിന് ശേഷം അപ്പൊ AP പറഞ്ഞു, ഇനി ഇതേറ്റ് നടക്കൂലെന്നൊന്ന് സമ്മതിക്ക്, എന്നാ നമുക്ക് ഈ നടപടി പിൻവലിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇനി നടക്കൂല, ഇതുവരെ ഞാൻ ഇതിനെപ്പറ്റി നടന്നു എന്നാണല്ലോ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ നടന്നിട്ടില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എവിടെയെങ്കിലും മുജാഹിദ് പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് എന്റെ പ്രത്യേക ആശയം പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഇതാ നിങ്ങൾ വിലക്കിയ സമയത്തല്ലേ അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി പ്രസംഗിച്ചു. CD ഇറക്കി മടവൂരികൾ അത് ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം റിയാദിൽ പോയി രഹസ്യമായി ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലൈനിലുള്ള ജിന്നും സീറും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ആളുകളെ വിളിച്ചു കൂട്ടുകയോ സ്വന്തമായി ക്ലാസ് നടത്തുകയോ ചെയ്ത ഒരു തെളിവ് നിങ്ങളിലുണ്ടോ? CD ഉണ്ടോ? കേസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും മറുപടി പറയാൻ ഏപ്പിക്കുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ നടപടി യഥാർത്ഥത്തിൽ പിൻവലിക്കലുണ്ടായത്. അതിനെ സംബന്ധിച്ചുള്ള വളരെ രസകരമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് തേജസ് പത്രത്തിൽ വന്നു, സംഘടനാ വിരുദ്ധ പ്രവർത്തനം KNM പ്രഭാഷകർക്കെതിരെ നടപടി. 6/10/2009 തേജസ് പത്രം കോഴിക്കോട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 2 പ്രമുഖ പ്രഭാഷകർക്കെതിരെ KNM സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തു. കേരള ജമിയത്തുൽ ഉലമാ പ്രവർത്തക സമിതി KK സക്കരിയ സലാഹി IS സംസ്ഥാന